എന്തല്ല ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനേ സത്യത്തിൽ പറഞ്ഞാൽ കണ്ടിട്ട് കരഞ്ഞു പോയി കേട്ടാ. പ്രവാസ ലോകത്ത് നിന്നിട്ട് സ്വന്തം മകളുടെ കല്യാണത്തിന് പോകാൻ കഴിയാതെ സങ്കടപ്പെടുന്ന ഒരമ്മയെ കണ്ടപ്പോൾ മനസ്സുവല്ലാതെ അലിഞ്ഞു പോയി കേട്ടാ. കാരണം എന്താണെന്നറിയാം, നമ്മൾക്കറിയാം 18 വയസ്സ് വരെ ചിലപ്പോൾ അച്ഛനെ ഒഴിവാക്കിപ്പോയ മക്കളായിരിക്കാം. അതല്ലെങ്കിൽ അച്ഛന് കഴിയാതെ പ്രവാസ ലോകത്ത് എൻ്റെ മക്കളെ നല്ല നിലയിലാക്കണം എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെടാത്താതെ അവരെ വളർത്തണം എന്ന് പറഞ്ഞിട്ട് പ്രവാസ ലോകത്തേക്ക് വന്ന ഒരമ്മയാണ് കേട്ടാ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആണുങ്ങൾ ചിലപ്പോൾ മകളെ കല്യാണമല്ല പ്രശ്നമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ സ്വന്തം അമ്മക്ക് സ്വന്തം മക്കളെ കല്യാണത്തിന് കൂടാതിരിക്കുമുണ്ടാകുന്ന ആ വിഷമമുണ്ടല്ലേ, അത് പറഞ്ഞറിയിക്കാൻ സത്യത്തിൽ കഴിയുന്നില്ല. നിങ്ങളതൊന്ന് കണ്ടു നോക്കട്ടെ. എല്ലാവരും പ്രവാസികളായ അച്ഛൻ്റെ കഥ പറയും. പ്രവാസികളായ അച്ഛന്മാർ മക്കളെ കല്യാണം ദൂരെ നിന്ന് കാണുന്നൊരു അവസ്ഥ, അതുപോലുള്ള അവസ്ഥയിൽ അമ്മമാരും ഉണ്ട്. അത് സഹിക്കാനോ ഒന്നും പറ്റത്തില്ല. ഇത്രേ കാലം പൊന്നുപോലെ നോക്കിയ മകളുടെ കല്യാണം ഒരുപാട് ദൂരെ കാണുന്ന ഒരു അമ്മയുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. നിങ്ങൾ കണ്ടില്ലേ? അപ്പം എൻ്റെ മക്കളോടൊക്കെ പറയുന്നത്, അച്ഛന്മാരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ബാപ്പാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പോട്ടെ, കിട്ടുന്ന പൈസനെ കൊണ്ടുവന്നെങ്കിൽ ഞാൻ പോയിട്ട് എന്താ കാര്യം, ഉമ്മയുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. കാരണം പ്രത്യേകിച്ച് പ്രവാസികളുടെ ഭാര്യമാരെന്ന് പറഞ്ഞാലുണ്ടല്ലേ, അവർക്ക് ഭയങ്കര പണികളാണ്. കാരണം അവർക്ക് അവരുടെ വീട്ടിൽ ജോലി ചെയ്യണം, ബാക്കിയുള്ള ഞങ്ങൾ ചെയ്യുന്ന ജോലിയും കൂടി അവരാ ചെയ്യേണ്ടത് അല്ലേ. പുറത്ത് പോകണം, സാധനം വാങ്ങൽ, അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങളിൽ പോകണം, അത് ഇതൊക്കെ അങ്ങനെയൊക്കെയാണ്. എന്നാലോ ചിലപ്പോൾ പല ആവശ്യങ്ങൾക്കും ടൗണിലെല്ലാം ഒരു 3-4 പ്രാവശ്യം പോകേണ്ടി വന്ന ചില ആൾക്കാർ പലതും പറയാനും ഉണ്ട് കേട്ടാ, പറഞ്ഞുണ്ടാക്കും. പക്ഷെ എന്നിട്ടും ആ അമ്മ 18 വയസ്സ് വരെ വളർത്തിയിട്ട് സ്വന്തം മകളെ കല്യാണത്തിന് കൂടാതിരിക്കുമുണ്ടാകുന്ന അമ്മയുടെ വിഷമം കണ്ടപ്പോൾ ഉണ്ടല്ലേ, സത്യത്തിൽ കരച്ചിലാണ് വരുന്നത്. അവൻ്റെ മക്കളോട് പറയാനുള്ളത് എന്താണെന്ന് പറയാം, മക്കളെ, പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന അമ്മമാരും അച്ഛന്മാരും ഉപ്പമാരൊക്കെ ഉണ്ടാവും. ഒരിക്കലും അവരൊന്നും വയസ്സായിട്ട് നാട്ടിൽ വരുമ്പോണ്ടല്ലേ, നിങ്ങളൊക്കെ പഠിച്ച് നല്ല ഉയരങ്ങളിലെത്തി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ, അതല്ലെങ്കിൽ ആ മക്കളാണെങ്കിൽ ഭാര്യയുടെ കൂടെ ജീവിക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്ന അച്ഛനെയും അമ്മയും ഒന്നും ഒരിക്കലും നിങ്ങൾ എന്താക്കരുത്, മറന്നു പോകരുത് കേട്ടാ. ഞാൻ എൻ്റെ മക്കളോട് പറയാനുള്ളത് എനിക്ക് അതാണ്. എന്തെന്നറിയാം, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടും വയസ്സായിട്ട് ഒന്നും കഴിയാതെ നാട്ടിൽ വരുമ്പോൾ എത്രയോ നമ്മൾ കാണുന്നുണ്ടല്ലേ. നമ്മൾ കേരളത്തിൽ വൃദ്ധസദനം കൂടാൻ തന്നെ കാരണം എന്തുകൊണ്ടാണ്? മക്കൾ നോക്കാത്തത് കൊണ്ടാണ്. മക്കൾ നോക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വൃദ്ധസദനത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കിയത് എൻ്റെ മക്കൾ ഒരിക്കലും ഇങ്ങനെയുള്ള അമ്മനെ അച്ഛനെ ഉപ്പാനെ ഒന്നും ഒരിക്കലും തട്ടിമാറ്റി പോകരുത് മക്കളെ. സങ്കടമാണ് സത്യത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്കത് അറിയണമെങ്കിൽ നിങ്ങളും ഒരച്ഛനാവണം, അല്ലെങ്കിൽ ഒരമ്മയാവണം. അതുകൊണ്ട് തന്നെ മക്കളോടൊക്കെ പറയുന്നത്, മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊക്കെ സാലിഹ്യങ്ങളാക്കട്ടെ, സാലിഹ്യങ്ങളാക്കട്ടെ, മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാവട്ടെ. ആമീൻ.